മഹർഷി ഔലിയാക്കളുടെ നേതാവും മഹദി മാമുമായ വരി തപസ്സരിക്കുന്ന സമയം അള്ളാഹു വരിയിനോട് പറഞ്ഞു, വരിയെ ഞാൻ മനുഷ്യരെ രോഗശക്തികളിൽ കൂടുതൽ അന്തസ്സും അറിവുകളും നൽകി സൃഷ്ടിച്ചു. മനുഷ്യർക്ക് സത്യത്തിൽ ജീവിക്കുവാൻ സത്യമായ അറിവുകളും പഠിപ്പിച്ചു. അവകളെല്ലാം ആദം ഹവ്വ അവരുടെ മക്കളെയും പേരമക്കളെയും പഠിപ്പിച്ചു. പല കോടി വർഷം അവർ സത്യത്തിൽ പ്രവർത്തിച്ചു ജീവിച്ചു വന്നു. 1,40,000 നബിദൂതന്മാர்களுം അവരുടെ എല്ലാ കാലം കഴിഞ്ഞു. ആദം ഹവ്വയുടെ സത്യമായ അറിവുകളും ആരാധനകളും മറഞ്ഞു പോയിരിക്കുകയാണ്. പല മത പണ്ഡിതന്മാരും രാജാക്കളും എല്ലാം മറച്ചു വെച്ചു. ആദം ഹവ്വയും 1,40,000 നബിദൂതന്മാர்களுം ചെയ്തു പഠിപ്പിച്ചതും മറഞ്ഞു പോയതുമായ സത്യമായ അറിവുകളും ആരാധനകളും മനുഷ്യവംശങ്ങൾക്ക് വരി സത്യോപദേശം ചെയ്യണം എന്ന് അള്ളാഹു വരിയിനോട് പറഞ്ഞു. അള്ളാഹു ആദം ഹവ്വയോട് ചെയ്യാൻ പറഞ്ഞ 100 വിഷയങ്ങളും ചെയ്യരുത് എന്ന് പറഞ്ഞ 100 വിഷയങ്ങളും സൃഷ്ടികർത്താവായ അള്ളാഹു അവരുടെ സൃഷ്ടികളും അടിമകളും മക്കളുമായ ആദം ഹവ്വയോട് ഉപദേശിച്ച ഉപദേശങ്ങൾ, ചെയ്യേണ്ടതായ കാര്യങ്ങൾ: പുലർച്ച രാവിലെ എഴുന്നേറ്റാൽ പല്ലു തേക്കണം, വായ വൃത്തിയാക്കണം, 9 ദ്വാരങ്ങളും മറ്റു അംഗങ്ങളും വൃത്തിയാക്കി അള്ളാഹുവിനെ സ്തുതിച്ച് സ്മരിച്ചുകൊണ്ട് കുളിച്ചു വൃത്തിയാവുക. എല്ലാ അംഗവങ്ങളും മറച്ചു നടക്കുക. പുരുഷന്മാർ ശേലാക്രമം ചെയ്യുക. സ്ത്രീ പുരുഷന്മാർ മലമൂത്രവിസർജനം ചെയ്താൽ കഴുകി വൃത്തിയാക്കുക. തെറ്റുകൾ ചെയ്യാതിരിക്കുക. തെറ്റുകൾ വന്നാൽ ഉടൻ തോബ ചെയ്യുക. പക്ഷാതാപിക്കുക. ഹൃദയം കൊണ്ടും വായ കൊണ്ടും അറിവ് പഠിപ്പിക്കുക. അള്ളാഹുവിനെ സ്തുതിച്ച് സ്മരിച്ച് ആരാധിച്ചുകൊണ്ട് എല്ലാ പ്രവൃത്തികളും ചെയ്യുക. വ്രതം നോമ്പ് പിടിക്കേണ്ട കാലങ്ങളിൽ അവ ചെയ്യുക. കളവ് പറയലും കള്ളസത്യം ചെയ്യലും ചെയ്യരുത്. നമസ്കാരങ്ങൾ സമയത്തിനനുസരിച്ച് എല്ലാം ചെയ്യുക. നാവ് കൊണ്ട്, വായ കൊണ്ടും, ഹൃദയം കൊണ്ടും, ശരീരം കൊണ്ടും എപ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ച് സ്മരിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുക. സമ്പത്തിനു വേണ്ടി കളവ് പറയരുത്. ദോഷമായ പ്രവൃത്തികളൊന്നും ചെയ്യരുത്. സത്യം പറയുക. സഹോദരന്മാർ അങ്ങും ഇങ്ങും സത്യമായ വിധത്തിൽ സഹായങ്ങൾ ചെയ്യുക. ദാനധർമ്മങ്ങളും ചെറിയ അശുദ്ധി വലിയ അശുദ്ധി ഉണ്ടായാൽ ഉടൻ കുളിച്ച് വൃത്തിയാകുക. പന്നി നായക്കളെ തൊട്ടാലും മലമൂത്രം ശരീരത്തിലായാലും ഉടൻ കുളിച്ച് വൃത്തിയാകുക. കണ്ണുകൊണ്ട് നല്ലതായ നോട്ടങ്ങൾ നോക്കുക. മൂക്കുകൊണ്ട് നല്ലതായ വാസനകൾ ശ്വസിക്കുക. വായ കൊണ്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കുക. അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. ഹൃദയം കൊണ്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. അള്ളാഹുവിനെ സ്തുതിച്ച് സ്മരിച്ചു കൊണ്ടിരിക്കുക. ശരീരം കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹുവിന് കീഴ്വണക്ക സാഷ്ടാംഗ നമസ്കാരങ്ങൾ ചെയ്യുക. കൂട്ടുകുടുംബങ്ങളും കൂട്ടുകാരും സമ്പത്തുകൾ ഓഹരി വെക്കുമ്പോൾ വെക്കുന്നത് സത്യത്തിലായിരിക്കണം. കള്ളത്തരം ഉണ്ടാവരുത്. പാവപ്പെട്ട മനുഷ്യർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക. നല്ല ഉപദേശങ്ങൾ ചെയ്യുക. അറിവുള്ളവർ അറിയില്ലാത്തവർക്ക് അറിവ് ഉപദേശം ചെയ്യുക. വായ കൊണ്ടും ഹൃദയം കൊണ്ടും നല്ലത് ചിന്തിക്കുകയും നല്ലത് സംസാരിക്കുകയും ചെയ്യുക. ശരീരം കൊണ്ട് നല്ലത് മാത്രം പ്രവർത്തിക്കുക. നമസ്കാരത്തിലേക്ക് വിളി കേട്ടാൽ ഉടനെ അള്ളാഹുവിനെ സ്തുതിച്ച് സ്മരിക്കുക. വിളി കഴിഞ്ഞാൽ ഉടൻ നമസ്കരിക്കുക. നമസ്കരിക്കാൻ പറ്റാത്ത സ്ഥലമാണെങ്കിലും സമയമാണെങ്കിലും ഹൃദയം കൊണ്ടും വായ കൊണ്ടും നമസ്കാര പ്രാർത്ഥനാ പ്രവൃത്തികൾ ചൊല്ലി നമസ്കരിക്കുക. മൂത്രവാർച്ചക്കാട് കഠിന രോഗികൾ, പ്രസവം അർബുദമുള്ള സ്ത്രീകൾ ഇതുപോലെ സമയത്തിനനുസരിച്ച് നമസ്കരിക്കണം. സ്ത്രീ പുരുഷന്മാർ മുന്തുവാരവും പിന്തുവാരവും മറ്റു അവയവങ്ങളും മറച്ചുകൊണ്ട് കിടക്കണം. തെക്കി വിടക്കായി സ്ത്രീകൾ മുൻകൈയും കൈപ്പാതയും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങളെല്ലാം മറക്കണം. പുരുഷന്മാർ മുട്ടുപുക്ലിന് ഇടയിലുള്ള സ്ഥലങ്ങളെല്ലാം മറക്കണം. സ്ത്രീ പുരുഷന്മാരുടെ നിർബന്ധ കടമയാണ് കുട്ടികളെ പ്രസവിച്ചാൽ ഉടൻ അള്ളാഹുവിന്റെ തിരുവചനം കൊണ്ട് അവനെ സ്തുതിച്ച് സ്മരിച്ച് കേൾപ്പിക്കണം. കുട്ടി
കുട്ടികളുടെ ചെവിയിൽ ആൺകുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ചേരാക്രമം ചെയ്യണം. സ്ത്രീ പുരുഷന്മാർ മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകി വൃത്തിയാക്കി നടക്കാൻ പഠിപ്പിക്കണം. സ്ത്രീ പുരുഷന്മാരുടെ അംഗവംഗങ്ങൾ മറച്ചു നടക്കാൻ പഠിപ്പിക്കണം. 9 ദ്വാരങ്ങളും അതിലുള്ള അഴുക്കുകളും വൃത്തിയാക്കി നടക്കാൻ പഠിപ്പിക്കണം. 9 ദ്വാരങ്ങൾ കൂടിയും ശരീരത്തിൽ കൂടിയും മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്ന കൃമികൾ ശരീരത്തിൽ പിശാചുക്കൾ പിടികൂടാതിരിക്കാനുള്ള പ്രാർത്ഥനകളും അറിവുകളും വൃത്തിയും കുട്ടികൾക്ക് പഠിപ്പിക്കണം. സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ മാത്രം സ്തുതിച്ച് സ്മരിച്ച് ആരാധിക്കാനുള്ള അറിവുകളും സൃഷ്ടികർത്താവായ അള്ളാഹുവും ആദവും ഹവ്വയും ഉപദേശിച്ച ഉപദേശങ്ങൾ കുട്ടികൾക്ക് ഉപദേശിച്ച് പഠിപ്പിക്കണം. മനുഷ്യരുടെ ഹൃദയവും വായുവും ആത്മാവും എപ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ച് സ്മരിച്ചു കൊണ്ടിരിക്കണം. സ്ത്രീ പുരുഷന്മാരുടെ കുടുംബജീവിതം അള്ളാഹുവിനെ സ്തുതിച്ച് സ്മരിച്ച് ആദം ഹവ്വയുടെ കുടുംബജീവിതം പോലെയായിരിക്കണം. സ്ത്രീ പുരുഷന്മാരുടെ നടത്തവും ജീവിതവും ആദം ഹവ്വയുടെ ജീവിതം പോലെയായിരിക്കണം. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹം ആദം ഹവ്വയുടെ വിവാഹം പോലെയായിരിക്കണം. സ്ത്രീ പുരുഷന്മാർ കുട്ടികളെ വളർത്തേണ്ടത് ആദം ഹവ്വയും കുട്ടികളെ വളർത്തിയത് പോലെയായിരിക്കണം. കൈനോട്ടവും വെറ്റിലനോട്ടവും മസ്മാരിസം കണക്ക് നോക്കൽ പ്രശ്നവെക്കൽ ഇവകളെല്ലാം ചെയ്യരുത്. ജീവിതം സത്യത്തിലായിരിക്കണം. അവനവന്റെ കൈകൊണ്ടും ശരീരങ്ങൾ കൊണ്ടും നല്ല പ്രവൃത്തികൾ ചെയ്യുക. കുട്ടികൾ നല്ലവരായി ജീവിക്കാൻ വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ നല്ലതും കെട്ടതും വേർതിരിച്ച് പഠിപ്പിച്ച് നല്ലവരായി ജീവിക്കാൻ ഉപദേശിക്കണം. കുട്ടികൾ നല്ലവരാവാൻ വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹുവിനെ സ്തുതിച്ച് സ്മരിക്കുന്ന ദിക്റുകൾ ചൊല്ലി നടക്കാൻ പഠിപ്പിക്കണം. വലിയവരും അതുപോലെ പ്രവർത്തിക്കണം. തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യരെ ദിക്റുകൾ ചൊല്ലി നല്ലവരാക്കി നടത്തണം. ദിക്റുകൾ ചൊല്ലുക, ചൊല്ലിപ്പിക്കുക. നല്ലവരെയും ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരെയും വിളിച്ചിരുത്തിക്കൊണ്ട് എന്നാൽ തെറ്റുകൾ ചെയ്യുന്നവരും നല്ലവരാകുന്നു. പലിശ വാങ്ങാതെ കടം കൊടുക്കലാണ് നല്ലത്. പണം വാങ്ങുന്നവൻ പലിശയില്ലാതെ ലാഭത്തോടെ പണം തിരിച്ചു കൊടുക്കണാൽ നല്ലത്. നിസ്കാര പ്രാർത്ഥനാ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ തെറ്റ് വരാതെ സൂക്ഷിക്കണം. നല്ല ഭക്ഷണം കഴിക്കുക, ചീത്ത ഭക്ഷണം കഴിക്കരുത്. നടക്കുമ്പോൾ മറ്റുള്ള ഇനം ശക്തികൾ മരണപ്പെടാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ച് നടക്കുക. ഒരു ജീവിയെയും കൊല ചെയ്യരുത്, ഗുണമല്ല. ഒരു ജീവിയെയും കൊല ചെയ്യുന്നത് ഗുണകരമല്ല. മനുഷ്യരെയും മറ്റും വെട്ടുവാനും അറുക്കുവാനും പാടുള്ളതല്ല. മദ്യവും മയക്കുമരുന്നുകളും ഭക്ഷണ സാധനമല്ല. അവ ഉപയോഗിച്ചാൽ പല ദോഷവും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നായപന്നിയുടെ മാംസവും മറ്റു അളിഞ്ഞു നാറിയ മത്സ്യമാംസങ്ങളും കഴിക്കരുത്. നടന്നു നിന്നും മലമൂത്ര വിസർജനം ചെയ്യരുത്. ഇരുന്നു കൊണ്ടാണ് ചെയ്യേണ്ടത്. നടന്നു നിന്നും മലമൂത്ര വിസർജനം ചെയ്താൽ ശരീരത്തിലും വസ്ത്രത്തിലും ഉണ്ടാകുന്നതാണ്. അവ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യണം. കളവ് പറയരുത്, പറയിപ്പിക്കരുത്. സത്യം പറയുകയും പറയിപ്പിക്കുകയും വേണം. സ്ത്രീ പുരുഷന്മാർ മറക്കേണ്ട എല്ലാ അംഗങ്ങളും മറച്ച് വൃത്തിയായി നടക്കുക. ഷെഹർ മാട്ടുമാരണം, നട്ടം പറയലും നട്ടം കേൾക്കലും പ്രശ്നം വെക്കലും മനുഷ്യരെ ചതിവഞ്ചന ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇത്തരം പ്രവൃത്തിയെ ചെയ്യുന്നവരോട് കൂട്ടുകെട്ടായി നടക്കരുത്. മദ്യവും മയക്കുമരുന്നുകളും ഭക്ഷണ സാധനമല്ല. ഇവകൾ ഉപയോഗിക്കുന്നത് മനുഷ്യരെ ചതിവഞ്ചന ചെയ്യാൻ വേണ്ടിയും ചീത്ത പറയാനുമാണ്. ഇവകൾ ഉപയോഗിക്കുന്നവരോട് കൂട്ടമായി നടക്കരുത്. പന്നി, നായ പോലത്തെ വസ്തുക്കൾ വിഷാംശങ്ങൾ കലർന്നതാണ്. അവകളുടെ ശരീരത്തിൽ കൂടുതൽ വിഷാംശങ്ങൾ നിറഞ്ഞ കൃമികൾ ഉണ്ടാകും. അവയുടെ വായിലും അത്തരം കൃമികൾ മനുഷ്യരുടെ ശരീരത്തിൽ പെട്ടുകഴിഞ്ഞാൽ മാരകമായ രോഗങ്ങളും ഉണ്ടാകും. ഇവകളെ വളർത്തുന്നവരോട് കൂട്ടുകെട്ടായി നടക്കരുത്. വ്യഭിചാരം കഠിന ശിക്ഷയിൽ എത്തിക്കുന്നതാണ്. കാലാകാലം ശിക്ഷയ്ക്ക് ഇരയാകുന്നതാണ്. അത്തരക്കാരോട് കൂട്ടുകെട്ടായി നടക്കരുത്. സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ
ചീത്ത പറയുകയും പറയിപ്പിക്കുകയും നിഷേധിച്ച് തള്ളുന്നവരോടും കൂട്ടുകെട്ടായി നടക്കരുത്. അള്ളാഹുവിനെ സ്തുതിച്ച് സ്മരിക്കുന്ന നമസ്കാര പ്രാർത്ഥനാ പ്രവൃത്തികൾ ചെയ്യാത്തവരോടൊപ്പം കൂട്ടുകെട്ടായി നടക്കരുത്. അത്രക്കാരെ സ്നേഹിക്കരുത്. മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും സൃഷ്ടികർത്താവുമായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് മനുഷ്യരുടെ ശത്രുക്കളായ പിശാചുക്കളെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യരുടെ ശത്രുക്കളായ പിശാചുക്കളെ സേവിച്ച് ആരാധിക്കുന്നവരെയും മാറ്റും മാരണം ചെയ്യുന്നവരെയും സ്നേഹിക്കരുത്. അത്രക്കാരോടൊപ്പം കൂട്ടുകെട്ടായി നടക്കരുത്. സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടും മനുഷ്യരുടെ ആദിപിതാവും ആദിദൂതന്മാരായ ആദവും ഹവ്വയും ഉപദേശിച്ച ഉപദേശങ്ങൾ നിഷേധിച്ചുകൊണ്ടും മനുഷ്യർക്കൊരു ഗുണവും ചെയ്തു തരാൻ കഴിവില്ലാത്തതും ഒന്നിനും പറ്റാത്തതുമായ പല വിഗ്രഹ രൂപങ്ങളെ വെച്ച് ആരാധിച്ച് മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിച്ച് ജാതി മത കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരോടും സ്നേഹിക്കരുത്. അത്രക്കാരോടൊപ്പം കൂട്ടുകെട്ടായി നടക്കരുത്. മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിച്ചുകൊണ്ട് ജാതി മത കുഴപ്പങ്ങൾ ഉണ്ടാക്കി മലമൂത്ര വിസർജനം ചെയ്താൽ വൃത്തിയാക്കാതെ നടക്കുന്നത് പിശാചുക്കളെ സേവിക്കാൻ വേണ്ടിയാണ്. ഇത്തരം പ്രവൃത്തികൾ മനുഷ്യരെ ചതിവഞ്ചന ചെയ്യാൻ വേണ്ടിയാണ്. അത്രക്കാരോടൊപ്പം കൂട്ടായി നടക്കരുത്. മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കാതെ നടക്കുന്നവരിൽ താനേ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്ന കീടനാശിനികളായ കൃമികൾ കൂടുതലുണ്ടാകും. അവകൾ മനുഷ്യരിലേക്ക് പറന്നു കയറുന്നതാണ്. അതുപോലെ നായപ്പന്നികളിൽ നിന്നും അതുപോലെ തന്നെ പിശാചുക്കളിൽ നിന്നും ഇത്രയും രോഗാണുക്കൾ പിടികൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരിലേക്ക് അടുക്കരുതേ എന്ന് പറയുന്നത്. ഇത്തരം പ്രവൃത്തികൾ ചെയ്യരുതേ എന്ന് പറയുന്നതും ഇത്രയും കീടനാശിനികളായ കൃമികൾ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് തടയാനും പിശാചുക്കളിൽ നിന്ന് പിടികൂടുന്നത് തടയാനും മദ്യവും മയക്കുമരുന്നുകളിൽ നിന്ന് പിടികൂടുന്നത് തടയാനുമാണ് ഇത്രയും മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന കൃമികൾ ഇത്തരക്കാരിൽ നിന്ന് മനുഷ്യരിലേക്ക് കയറി കൂടുന്നത് കൊണ്ടാണ് മനുഷ്യർക്ക് പലവിധമായ കഠിനമായ രോഗങ്ങളും ഉണ്ടാകുന്നത്. ഇത്രയും രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവകൾ ഉപദേശിച്ചത്. അള്ളാഹുവിന്റെ പള്ളി മദ്രസ സമ്പത്തുകൾ നശിപ്പിക്കരുത്, പിടിച്ചെടുക്കരുത്. അവകളെ സംരക്ഷിക്കണം. അനാഥകളെയും വിധവകളെയും വളർത്തണം. അവരെ ആക്രമിക്കരുത്. വികലാംഗരെയും അന്ധന്മാരെയും ചെകിടന്മാരെയും സഹായിക്കണം. അവരെ ഉപദ്രവിക്കരുത്. സമ്പത്തിനനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യണം. സദക്ക, സക്കാത്ത് എന്നിവ കൊടുക്കണം. ഒരു മനുഷ്യരോടും ദേഷ്യം വരാൻ പാടില്ല. ദേഷ്യം വന്നാൽ പല ദോഷങ്ങളും ഉണ്ടാകും. സത്യം പറയണം, സത്യം പ്രവർത്തിക്കണം. സത്യം പറയാനും പ്രവർത്തിക്കാനും മടി കാണിക്കരുത്. രാത്രി പകൽ നക്ഷത്രങ്ങൾ നോക്കിക്കൊണ്ടുള്ള പ്രവൃത്തികളെല്ലാം ദോഷമാണ്. കാഷ്ടം പച്ചക്കും ചുട്ടി വെണ്ണീറാക്കിയും തേക്കുകയും കഴിക്കുകയും ചെയ്യരുത്. കാഷ്ടം ചുട്ടി വെണ്ണീറാക്കിയും മരുന്നാക്കിയും തേക്കുകയും കഴിക്കുകയും ചെയ്യരുത്. ഒരു സൃഷ്ടിയുടെയും കാഷ്ടവും മൂത്രവും മരുന്നാക്കി കിടക്കരുത്. കാഷ്ടവും മൂത്രവും മരുന്നല്ല, വിഷാംശങ്ങളാണ്. മദ്യവും മയക്കുമരുന്നുകളും മരുന്നാക്കി കഴിക്കരുത്. മരുന്നല്ല, വിഷാംശമാണ്. പന്നിയുടെയും നായയുടെയും മാംസങ്ങൾ കഴിക്കരുത്. അടിഞ്ഞു നാറിപ്പുഴുത്ത ശവങ്ങളും ഇവകളെല്ലാം വിഷാംശങ്ങളിൽ പെടുന്നതാണ്. അള്ളാഹു പറയുന്നതിന് എതിർ പ്രവർത്തിക്കരുത്. പ്രവർത്തിച്ചാൽ അതികഠിനമായി ശിക്ഷിക്കും. അള്ളാഹു അതികഠിനമായി ദേഷ്യമുള്ളവനാണ്. അവൻ പറഞ്ഞതിന് എതിർ പ്രവർത്തിച്ചാൽ അവൻ ശിക്ഷിക്കും. അള്ളാഹു ശിക്ഷിക്കുമ്പോൾ രക്ഷിക്കാൻ ഒരു ശക്തിയും ഈ പ്രപഞ്ചത്തിലില്ല. സത്യമായ അറിവുകൾ പഠിപ്പിക്കണം. സത്യമായ പ്രവൃത്തികൾ ചെയ്യണം. സത്യത്തിനെതിരായുള്ള അറിവുകൾ പഠിപ്പിക്കരുത്. സത്യത്തിനെതിരായി പ്രവർത്തിക്കരുത്. അള്ളാഹു നിരോധിച്ചതും മനുഷ്യർക്ക് ദോഷമുള്ളതുമായ കച്ചവട പ്രാർത്ഥനാ പ്രവൃത്തികൾ ചെയ്യരുത്. ജാതി മത കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. അള്ളാഹു മനുഷ്യരെ പല ജാതി മതക്കാരായി സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യർ എല്ലാവരും ഒരു സൃഷ്ടികർത്താവിന്റെ സൃഷ്ടികളും അടിമകളും മക്കളുമാണ്. സൃഷ്ടികർത്താവ് പറയുന്നത് പോലെ അവനെ അനുസരിച്ച് അവൻ പറയുന്നത് പോലെ
അവനെ സ്തുതിച്ച് സ്മരിച്ച് ആരാധിച്ചുകൊണ്ട് ജീവിക്കൽ മനുഷ്യവംശങ്ങളുടെ നിർബന്ധ കടമയാണ്. മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും സൃഷ്ടികർത്താവുമായ അല്ലാഹു ചെയ്തു തന്ന ഗുണത്തിന് നന്ദി പറയാതെ അവനെ ധിക്കരിച്ചുകൊണ്ട് അനാചാര ആക്രമ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയാണ് പല ജാതി മതങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത്, പല രൂപാരണം ചെയ്യുന്നതും. മനുഷ്യർ സഹോദര സഹോദരി സ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടി നടക്കാൻ വഴി കൊടുക്കലും, വീട്ടിലേക്ക് വെളിച്ചം കൊടുക്കലും, കുടിക്കാൻ വെള്ളം കൊടുക്കലും, സഹോദര സഹോദരി സ്നേഹത്തിൽ സഹായം ചെയ്ത് കൊണ്ട് ജീവിക്കലുമാണ് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്. കിഴക്കു ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും തിരിഞ്ഞിരുന്നും നിന്നും മുൻദ്വാരം പിൻദ്വാരം കാണിച്ചുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യരുത്. അവനവന്റെ സഹോദര സഹോദരന്മാരായ മനുഷ്യവംശങ്ങൾക്ക് അവനവന്റെ സഹോദരന്മാരായ മനുഷ്യവംശങ്ങൾക്ക് സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ പറ്റിയുള്ള അറിവും അവനെ ആരാധിക്കാനുള്ള അറിവും ഇല്ലാത്തവർക്ക് അറിവുള്ളവർ നിർബന്ധമായും അറിയിച്ചു കൊടുക്കണം. അള്ളാഹുവിനെ സ്തുതിച്ച് സ്മരിച്ച് ആരാധിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അള്ളാഹുവിനെ സ്തുതിച്ച് സ്മരിച്ച് ആരാധിക്കലും ആദ്യമായി നമ്മൾ ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടത്. മനുഷ്യരെ ചതിവഞ്ചന ചെയ്യുന്ന കളവ് പറച്ചിലും ചതിയും വഞ്ചനയും തല്ലും മടിയും യുദ്ധങ്ങളും ചെയ്യാൻ പാടില്ല. അള്ളാഹു വെറുത്തവർ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും അവൻ ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നവരും അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിന് പകരം അവനെ സ്തുതിച്ച് ആരാധിക്കാത്തവരുമാണ്. അള്ളാഹു സ്നേഹിക്കുന്നവർ അള്ളാഹും ആദം ഹവ്വയും ഉപദേശിച്ചതുപോലെ പ്രവർത്തിക്കുന്നവരും സഹോദര സഹോദരി സ്നേഹത്തിൽ സത്യമായ അറിവുകളും ആരാധനകളും ഉപദേശം ചെയ്ത് അവനവനാൽ കഴിയുന്ന സഹായ സംരക്ഷണങ്ങൾ ചെയ്ത് സത്യത്തിൽ ജീവിക്കുന്നവരാണ്. അള്ളാഹു വെറുത്തവരെ വെറുക്കലും സ്നേഹിച്ചവരെ സ്നേഹിക്കലും മനുഷ്യരുടെ നിർബന്ധ കടമയാണ്. മനുഷ്യരെയും മറ്റു മൃഗങ്ങളെയും പല രൂപങ്ങൾക്ക് വെട്ടാൻ നേർച്ച ചെയ്യലും വഴിപാടുകൾ ചെയ്യലും വലിയ കുറ്റമാണ്, ശിക്ഷയ്ക്ക് ഇരയാകുന്നതുമാണ്. രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ അവനവരാൻ കഴിയുന്നത് ചെയ്യുകയും വേണം. ഭക്ഷണത്തിന് വേണ്ടി വ്യഭിചരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ബാങ്കിലുള്ള പൈസയുടെ പലിശ കൊണ്ട് അത്രക്കാർക്ക് ഭക്ഷണങ്ങൾ നൽകി ഇത്തരം ചീത്ത പ്രവൃത്തികളിൽ നിന്ന് ഇത്തരക്കാരെ നല്ലവരാക്കിയെടുക്കണം. ഇവകൾ ചെയ്യാതെ ബാങ്കിലിടുന്ന പണം സത്യത്തിനെതിരായി പ്രവൃത്തികൾ ചെയ്താൽ കഠിനമായ ശിക്ഷ ലഭിക്കും. ഭക്ഷണ സാധനങ്ങൾ പണവും വീട്ടിൽ വെച്ച് പാവപ്പെട്ടവർ ഒരു നേരത്തിന് ഭക്ഷണത്തിന് വേണ്ടി ചീത്തപ്രവൃത്തികൾ ചെയ്യുന്നവരുടെ ശിക്ഷകൾ പണവും സമ്പത്തും ഭക്ഷണ സാധനങ്ങളും കൂട്ടിവെച്ച് ദാനം ചെയ്യാത്തവർക്കായിരിക്കും. സത്യവിശ്വാസികളുടെ ദാനധർമ്മങ്ങൾ മുഴുവൻ സത്യവിശ്വാസികൾക്ക് ചെയ്യണം, എന്നാലേ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ഇത്രയും ഉപദേശങ്ങൾ മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും സൃഷ്ടികർത്താവുമായ അല്ലാഹു അവന്റെ അടിമകളും സൃഷ്ടികളും മക്കളുമായ മനുഷ്യവംശങ്ങളുടെ ആദി പിതാവും ആദി മാതാവും ആദ്യ മനുഷ്യരുമായ ആദം ഹവ്വയോട് ഉപദേശിച്ചു. ആദം ഹവ്വയോട് അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ 100 ഉപദേശങ്ങൾ തെറ്റുകൾ ചെയ്യാൻ പാടില്ല, തെറ്റുകൾ ചെയ്താൽ പല ദോഷങ്ങളും സംഭവിക്കും. മനുഷ്യരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടികർത്താവായ അല്ലാഹുവിനെ മറന്നുകൊണ്ട് അവന് അനുസരണക്കേടായി ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. വായ, ചിരി, കണ്ണ് ഇവകൾ കൊണ്ട് മറ്റുള്ളവരോട് ആംഗ്യം കാണിച്ചുകൊണ്ടും ഒരു തെറ്റുകളും ചെയ്യാൻ പാടില്ല. വായ കൊണ്ട് കളവ് പറയുകയും പറയിപ്പിക്കുകയും ചെയ്യരുത്. നാവ് കൊണ്ട് അനാവശ്യ സംസാരങ്ങൾ സംസാരിക്കരുത്, അത് ദോഷം ചെയ്യും. പ്രസവം, അർബുദം എന്നീ മറ്റു വലിയ അശുദ്ധി ഉണ്ടാവുമ്പോൾ സ്ത്രീ പുരുഷന്മാർ ഇണചേരരുത്.
പല രോഗങ്ങളും ഉണ്ടാവാൻ കാരണമാകുന്നു. കുട്ടികൾ ജനിച്ചാൽ മാതാപിതാക്കളെ അടിക്കുന്നവരായിരിക്കും. ചെറിയതും വലിയതുമായ അശുദ്ധി ഉണ്ടാകുമ്പോൾ കുളിച്ച് വൃത്തിയാകാതെ നടക്കരുത്. നടന്നാൽ മനുഷ്യരുടെ കൂടെ മനുഷ്യരെ സഹായിക്കാനുള്ള മലക്കുകൾ മനുഷ്യർക്ക് ദോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അവകൾ ദോഷം ചെയ്യും. കണ്ണുകൊണ്ട് തെറ്റായ നോട്ടങ്ങൾ നോട്ടിക്കരുത്, ദോഷം ചെയ്യും. മൂക്കുകൊണ്ട് ദുഷിച്ചതായ വാസനകൾ വാസിക്കരുത്, അവകൾ ദോഷം ചെയ്യും. അനാവശ്യ ചിന്തയോടുകൂടി തലകൊണ്ടും മറ്റും ആംഗ്യം കാണിച്ചുകൊണ്ടും ചതിവഞ്ചന ചെയ്യുന്ന ആംഗ്യം കാണിക്കൽ ഉണ്ടാവാൻ പാടില്ല. വൃത്തിയില്ലാത്ത സമയങ്ങൾ നഖം മുറിക്കലും തലമുടി വാരലും മുടി വെട്ടലും കളയലും ചെയ്യരുത്. കുളിച്ചതിനു ശേഷമാണ് ഇവകൾ ചെയ്യേണ്ടത്. അറിഞ്ഞും അറിയാതെയും സമ്പത്തുകൾ പങ്കുവെക്കുമ്പോൾ തെറ്റുകൾ വരാതെ സൂക്ഷിക്കണം. പാപങ്ങളെ അക്രമ്യങ്ങൾ ചെയ്യാനും ചെയ്യിപ്പിക്കാനും പാടില്ല. ഹൃദയം കൊണ്ട് ചീത്ത ചിന്താദികൾ ചിന്തിച്ചുകൊണ്ടും പല തെറ്റുകളും ചെയ്യരുത്. ചീത്ത ചിന്താദികൾ ചിന്തിക്കുന്നത് തെറ്റാണ്. കളവ് പറയരുത്, കള്ളസത്യം ചെയ്യരുത്, ചെയ്യിപ്പിക്കരുത്. ഇവകൾ ചെയ്താൽ വലിയ ദോഷത്തിലെത്തിക്കും. വിവരവും അറിവും ഉണ്ടായിട്ട് വിവരവും അറിവും ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കരുത്, തെറ്റാണ്. നമസ്കാരത്തിലേക്കുള്ള വിളി കേട്ടാൽ ഉടൻ വായ് കൊണ്ടും ഹൃദയം കൊണ്ടും അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. നമസ്കാരത്തിലേക്കുള്ള വിളി കഴിഞ്ഞാൽ വായ് കൊണ്ടും ഹൃദയം കൊണ്ടും ചൊല്ലി തീർക്കണം. നമസ്കരിക്കാൻ പറ്റാത്ത സ്ഥലമാണെങ്കിലും ഇടമാണെങ്കിലും മനസ്സുള്ള സ്ത്രീകളും രോഗികളായ സ്ത്രീ പുരുഷന്മാരും നമസ്കാര സമയത്ത് ഹൃദയം കൊണ്ടും വായ കൊണ്ടും നമസ്കാര പ്രാർത്ഥനാ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. മുൻദ്വാരം പിൻദ്വാരം കൊണ്ട് തെറ്റായ പ്രവൃത്തികൾ ചെയ്യരുത്, ചെയ്യിപ്പിക്കരുത്, ശിക്ഷയിലെത്തിക്കും. മനുഷ്യവംശങ്ങൾക്ക് വികാരമുള്ളതാണ്. വികാരം തീർക്കാൻ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെയും സഹായം ആവശ്യമില്ല. ഇവകൾക്ക് വേണ്ടി മറ്റൊരുത്തരെ ആക്രമിച്ചാൽ കഠിനമായ ശിക്ഷയ്ക്ക് ഇരയാകും. ചെറിയതും വലിയതുമായ അശുദ്ധി ഉണ്ടാകുമ്പോൾ കുളിച്ച് വൃത്തിയായതിനു ശേഷമായിരിക്കണം ഭക്ഷണം പാകം ചെയ്യലും കുട്ടികൾക്ക് പാല് കൊടുക്കലും അല്ലാഹുവിനെ സ്തുതിച്ച് ആരാധിക്കലും. കുളിക്കാതെ ചെയ്താൽ പലവിധമായ കീടനാശിനികളായ കൃമികളും ഭക്ഷണ സാധനങ്ങളിൽ കൂടും. പിശാചുക്കളും അവ ദോഷം ചെയ്യും. മനുഷ്യവംശങ്ങൾക്ക് സത്യമായ അറിവുകളും ആരാധനയും പഠിപ്പിച്ചു കൊടുക്കാതിരിക്കാൻ പാടില്ല. ഇവകൾ ചെയ്യാൻ വേണ്ടി സഹായം ചെയ്തില്ലെങ്കിൽ ശിക്ഷ ലഭിക്കും. മുൻദ്വാരവും പിൻദ്വാരവും പുറത്ത് കാണിച്ച് നടക്കുകയും കിടക്കുകയും ചെയ്യരുതേ, അവ ദോഷം ചെയ്യും. മാതാപിതാക്കൾ കുട്ടികളെ ചീത്ത പറയരുത്. കുട്ടികൾ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ചീത്ത പറയരുത്. മനുഷ്യർ അങ്ങും ഇങ്ങും ചീത്ത സംസാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മനുഷ്യർ അങ്ങും ഇങ്ങും തല്ലും മടിയും വീട്ടുവഴക്കുകളും ഉണ്ടാവാൻ പാടില്ല. മാതാപിതാക്കളെ വെറുപ്പിക്കരുത്. കുട്ടികൾ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കരുത്. മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കരുത്. കുട്ടികൾ ചെറുപ്രായത്തിൽ അന്തസ്സുണ്ടാവും. മാതാപിതാക്കൾ അന്തസ്സ് കുറഞ്ഞവരായിരിക്കും. ഇവകൾ കൊണ്ട് മറ്റും മാതാപിതാക്കളോടുള്ള തെറ്റുകൾ കൊണ്ടും മാതാപിതാക്കളെ വെറുക്കരുത്. ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയരുത്. തല്ലും അടിയും കുടുംബ വഴക്കും ഉണ്ടാവരുത്. ഭാര്യ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത സംസാര പ്രാർത്ഥനാ പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യക്കും ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യാതിരിക്കണം. സൃഷ്ടികർത്താവായ അല്ലാഹുവിനെ വെറുത്ത് നിഷേധിച്ചുകൊണ്ട് പല രൂപ ഫോട്ടോകൾ വെച്ച് ആരാധിക്കരുത്. അവകൾ ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യരുത്. പല രൂപ വിഗ്രഹങ്ങൾക്കും വഴിപാടുകളും നേർച്ചകളും ചെയ്യരുത്. അവകൾക്ക് കുമ്പിട്ട് വണങ്ങുകയും ചെയ്യരുത്. പല രൂപാരാധന ചെയ്താൽ അതികഠിനമായ ശിക്ഷകൾ ലഭിക്കുന്നതാണ്. പിശാചുക്കളെ ആരാധിക്കരുത്. പിശാചുക്കളെ സേവിക്കരുത്. പിശാചുക്കളെ കൊണ്ട് മാട്ടും മാരണവും ചെയ്യരുത്. അവ ദോഷത്തിലെത്തിക്കും. പുരുഷന്മാർ ചേരാക്രമം ചെയ്യാതെയും സ്ത്രീ പുരുഷന്മാർ മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകി വൃത്തിയാക്കാതെയും നടക്കരുത്. ഇവ ചെയ്യാതിരുന്നാൽ പലവിധമായ മാരകമായ രോഗങ്ങളും ഉണ്ടാകുന്നതാണ്. സ്ത്രീ പുരുഷന്മാർ അംഗങ്ങൾ മറക്കാതെ നടക്കരുത്. നടന്നാൽ ദോഷത്തിലെത്തിക്കും. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെയും ആരാധിക്കരുത്. ഈ ഭൂമി ലോകത്ത് ഒരു ശിഷ്ടിയെയും ശക്തിയെയും മറ്റു രൂപങ്ങളെയും ആരാധിക്കാൻ പാടില്ല.
മനുഷ്യരുടെ സൃഷ്ടികർത്താവായ എന്നെ അല്ലാഹ് എന്ന തിരുവചനം ഉപയോഗിക്കാതെ ആരാധിക്കരുതേ. കൈകൊണ്ടും കാൽ കൊണ്ടും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിക്കരുത്, ഇടിക്കുകയും ചെയ്യരുത്. മൃഗങ്ങളെയും മറ്റു ജീവികളെയും അവകൾ പാപദോഷത്തിലെത്തിക്കും. മനുഷ്യർ അങ്ങും ഇങ്ങും ചതിവഞ്ചന ദ്രോഹങ്ങളും മാട്ടുമാരങ്ങളും ചെയ്യരുത്. ശരീരാവയങ്ങൾ കൊണ്ട് ചീത്ത പ്രവൃത്തികൾ ഒന്നും ചെയ്യാൻ പാടില്ല. എന്നെ അല്ലാഹ് എന്ന തിരുവചനം ഉപയോഗിച്ച് സ്തുതിച്ച് സ്മരിച്ച് ആരാധിക്കാതെ നടക്കാൻ പാടില്ല. അവനവന്റെ മക്കളും കുടുംബങ്ങളും ഭക്ഷണം ലഭിക്കാതെ നിലവിളിച്ച് കരയുന്നത് കണ്ടുകൊണ്ട് കച്ചവടത്തിന് പണം പലിശയ്ക്ക് കൊടുക്കാൻ പാടില്ല. മനുഷ്യവംശങ്ങൾക്ക് മറ്റും സൃഷ്ടികൾക്കും നമസ്കരിക്കാൻ പാടില്ല. എനിക്ക് നമസ്കരിക്കുമ്പോൾ ചീത്ത ചിന്താഗതികളൊന്നും ഉണ്ടാവാൻ പാടില്ല. പലിശ കൊടുത്തുണ്ടാക്കിയ പണങ്ങൾ കൊണ്ട് എന്നെ ആരാധിക്കാനുള്ള പള്ളിവകൾ ഉണ്ടാക്കരുത്. മറ്റൊരുത്തനെ കൊള്ളയും കൊലയും ചെയ്തുകൊണ്ടും അവരുടെ സമ്പത്തുകൾ പിടിച്ചടക്കിക്കൊണ്ടും പള്ളി കയറ്റരുത്. ചൂതാട്ടം വ്യഭിചാരങ്ങൾ ചെയ്തുണ്ടാക്കിയ പണങ്ങൾ കൊണ്ടും പള്ളി കയറ്റരുത്. മദ്യം ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്ത പണങ്ങൾ കൊണ്ടും പള്ളി കയറ്റരുത്. നായപ്പന്നി ഇവകളെ വളർത്തിയും വിറ്റും അവകളുടെ മാംസങ്ങൾ വിറ്റുണ്ടാക്കിയ പണങ്ങൾ കൊണ്ടും പള്ളി കയറ്റരുത്. മനുഷ്യരെ കൊള്ളയും കൊലയും ചെയ്തുകൊണ്ടും മനുഷ്യരെ വിറ്റുകൊണ്ടും ഉണ്ടാക്കിയ പണങ്ങൾ കൊണ്ടും പള്ളി കയറ്റരുത്. ഇതുപോലെ ഉണ്ടാക്കിയ മറ്റു ഉപകരണങ്ങൾ കൊണ്ടും പള്ളി കയറ്റരുത്. ചീത്ത ഭക്ഷണങ്ങൾ കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യരുത്. തെറ്റാണ്, ശിക്ഷയിലെത്തിക്കും. മറ്റൊരു തന്നെ ആക്രമിച്ചുണ്ടാക്കിയ സ്ഥലങ്ങളിലും പണങ്ങൾ കൊണ്ടും പള്ളി സ്ഥാപനങ്ങൾ ഉണ്ടാക്കരുത്. മറ്റൊരുത്തിനെ ആക്രമിച്ചുകൊണ്ടും പള്ളി സ്ഥാപനങ്ങൾ ഉണ്ടാക്കരുത്. വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക, കൊടുക്കൽ വാങ്ങൽ, നല്ല പ്രവർത്തനങ്ങളെല്ലാം വലത് കൈകൊണ്ട് ചെയ്യുക. ഇടത് കൈകൊണ്ട് കാഷ്ടം വൃത്തിയാക്കൽ, അഴുക്കുകളെല്ലാം വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക. വലതു ഭാഗത്തേക്ക് മുണ്ടെടുക്കുക, തെക്ക് വടക്ക് തിരിഞ്ഞു കിടക്കുക. അവനവന്റെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക. കിഴക്ക് പടിഞ്ഞാറ് തിരിഞ്ഞിരുന്ന് മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് ഒന്നുമേ ചെയ്യാൻ പാടില്ല. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യിക്കാൻ പാടില്ല. അള്ളാഹുവിനെ സ്തുതിച്ച് സ്മരിച്ച് ആരാധിക്കാതിരിക്കാൻ പാടില്ല. അറിവുള്ളവർ അറിവില്ലാത്തവർക്ക് പഠിപ്പിക്കണം. അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കണം. അനാഥകളെയും വിധവകളെയും വികലാംഗരെയും സഹായിക്കാൻ അവരുടെ ഒരു സാധനവും ആക്രമിച്ചെടുക്കരുത്. ദാനധർമ്മങ്ങൾ ചെയ്യാതിരിക്കരുത്. സമ്പത്തിനനുസരിച്ചുള്ള സക്കാത്തുകൾ കൊടുക്കാതെയും കുടിപ്പിക്കാതെയും ഇരിക്കരുത്. ഒരു കാരണവശാലും ദേഷ്യം വരരുത്. ദേഷ്യം വന്നാൽ ദോഷം ചെയ്യും. മനുഷ്യരുടെ കഠിന ശത്രുവായ പിശാചുക്കളെ സേവിച്ച് ആരാധിക്കരുത്. അവരെ കൊണ്ട് മാട്ടുമാരണം ചെയ്യരുത്. പിശാചുക്കളെ സേവിച്ച് നടക്കുന്നവരോടും വ്യഭിചാരികളോടും കൂട്ടുകെട്ടായി നടക്കരുത്. ചൂതാടികളോടും മദ്യം ഉണ്ടാക്കി വിൽക്കുന്നവരോടും ഉപയോഗിക്കുന്നവരോടും കൂട്ടുകെട്ടായി നടക്കരുത്. കണക്ക് നോക്കലും വെറ്റില നോട്ടവും മസ്മാരീസം ചെയ്യലും പ്രശ്നം വെക്കലും നട്ടം തുള്ളലും നട്ടം പറയലും വെളിച്ചപ്പെടലും തുള്ളലും തെറ്റാണ്. ഇവകൾ ദോഷത്തിലെത്തിക്കും. കൈനോട്ടങ്ങളും മറ്റുള്ള നോട്ടങ്ങളും രാശി വെക്കുകയും ചെയ്യരുത്. തെറ്റാണ്. രാത്രി പകൽ സൂര്യചന്ദ്ര നക്ഷത്രങ്ങളുടെയും മറ്റും പറഞ്ഞുകൊണ്ട് പല തെറ്റുകളും ചെയ്യരുത്. വ്രതം നോമ്പ് വർഷത്തിൽ 3 മാസമോ 1 മാസമോ നിർബന്ധമായും നോമ്പ് പിടിക്കേണ്ടതാണ്. നോമ്പ് പിടിക്കാതിരിക്കാൻ പാടില്ല. കള്ള കച്ചവടങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ ബന്ധന സ്തുതി കീർത്തനങ്ങൾ വാഴ്ത്തിയും പൊഴുത്തിയും പറയുന്ന ദിക്റുകൾ ചൊല്ലുന്നതും ചൊല്ലിപ്പിക്കുന്നതും അവന് നമസ്കരിക്കുന്നതും തടുക്കാനും മുടക്കാനും പാടുള്ളതല്ല. സ്ത്രീധന ആഭരണ അലങ്കാര വസ്തുക്കളോടെയുള്ള വിവാഹം ചെയ്യാൻ പാടില്ല. അവകൾ ചെയ്യുന്നത് വലിയ ദോഷത്തിലെത്തി ജീവിതകാലവും മരണം വരെയും സ്ത്രീ പുരുഷന്മാർ ആഭരണ അലങ്കാര വസ്തുക്കൾ ഉപയോഗിക്കരുത്. അവ തെറ്റാണ്. കുടിവെള്ളം മുടക്കരുത്, വഴി മുടക്കരുത്, വെളിച്ചം മുടക്കരുത്. അവ വലിയ ദോഷത്തിലെത്തിക്കും.
വിശന്ന് വരഞ്ഞ് നടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പാടില്ല. ദാരിദ്ര്യം കൊണ്ടും ചീത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. നുണയും ചതിയും കെണിയും വഞ്ചനയും മാട്ടുമാരണവും മദ്യവും മയക്കുമരുന്നുകളും പിശാചുക്കളെ സേവിക്കലും ആരാധിക്കലും ചെയ്യാൻ പാടില്ല. എപ്പോഴും ദോഷം ചെയ്യും. സൃഷ്ടികർത്താവായ അല്ലാഹുവിന്റെ ഇത്രയും കൽപ്പനകൾക്ക് എതിരായി ഒരു പ്രവൃത്തിയും ചെയ്യരുതേ. മനുഷ്യരുടെ ആദിപിതാവും ആദിമാതാവും ദൂതന്മാർ ഉപദേശിച്ചതുപോലെ ചെയ്യാതിരിക്കുന്നത് മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനെ നിഷേധിച്ച് ധിക്കരിച്ച് തള്ളലും മനുഷ്യരുടെ ആദിപിതാവും ആദിമാതാവും ആദിദൂതന്മാരുമായ മനുഷ്യരുടെ മുത്തച്ഛനും മുത്തശ്ശിയുടെയും സൃഷ്ടികർത്താവായ അല്ലാഹുവിന്റെയും ഉപദേശം തെറ്റിക്കൊണ്ട് ഒരു പ്രവൃത്തിയും മനുഷ്യർക്ക് ചെയ്യാൻ പാടില്ല. മനുഷ്യവംശങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. സൃഷ്ടികർത്താവായ അല്ലാഹു ആദമിനോടും ഹവ്വയോടും ഉപദേശിച്ച ഇത്രയും ഉപദേശങ്ങൾ ആദം നിന്റെ മക്കൾക്കും പേരമക്കൾക്കും നീ ഉപദേശം ചെയ്യണം. ആദം നിന്റെ പേരമക്കൾ വരും കാലം എന്നെയും നിന്നെയും ധിക്കരിച്ച് നിഷേധിച്ച് ചീത്ത പറഞ്ഞ് നടക്കുന്നവരായിരിക്കും. അതുകൊണ്ട് എൻ്റെ മക്കളോടും നിന്റെ മക്കളോടും പേരമക്കളോടും പ്രത്യേകമായി നീ ഉപദേശം ചെയ്യണം. മനുഷ്യവംശങ്ങളെ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടത് ആദമിനെയും ഹവ്വയെയുമാണ്. അതിനുശേഷമുള്ള മനുഷ്യരെല്ലാം അവരുടെ സന്തതികളായി മനുഷ്യ സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് പ്രസവിച്ച് വളർത്തിയവരായിരിക്കും. അവയല്ലാതെ ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യ സ്ത്രീ പുരുഷന്മാർ പട്ടി നായകൾ പോലെയുള്ള പല മൃഗങ്ങളോടും ഇണചേർന്നുകൊണ്ടും ജനിച്ചിട്ടുണ്ടാകും. അത്രക്കാർ എന്നെയും നിങ്ങളെയും നിഷേധിച്ചുകൊണ്ട് അവർ സ്വന്തം സൃഷ്ടികർത്താവും ആദം ഹവ്വയും ദൈവദൂതനും ദൈവപുത്രനും മറ്റു പലതുമായി അഹങ്കരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ഒരു കാലം നിന്റെ സന്തതി പരമ്പരകളായ മനുഷ്യരിൽ നിങ്ങളുടെ കാലശേഷം വരാൻ പോകുന്നു. അത്രക്കാർ വരുന്ന കാലം അന്നുള്ള മനുഷ്യർക്ക് സത്യം മനസ്സിലാവാൻ വേണ്ടി ഞാൻ നിന്നെ ഉപദേശിച്ചതെല്ലാം നിന്റെ മക്കളെയും പേരമക്കളെയും നീ ഉപദേശം ചെയ്യണം. അവരുടെ മക്കളോടും പേരമക്കൾക്കും ഉപദേശം ചെയ്യാൻ വേണ്ടി നീ ഉപദേശിക്കണം. അല്ലാഹു ആദം ഹവ്വയെ വിളിച്ചുകൊണ്ട് പ്രത്യേകമായി പറഞ്ഞു, നിങ്ങളുടെ സത്യ ഉപദേശങ്ങൾ തെറ്റി മദ്യപിച്ച് മനുഷ്യരുടെ ശത്രുക്കളായ പിശാചുക്കളെ സേവിച്ച് ആരാധിച്ചും പിശാചുക്കളോടും പട്ടി നായ്ക്കളോടും മനുഷ്യർ ഇണച്ചേരും. അവരിൽ കുട്ടികൾ ജനിക്കും. അത്തരം കുട്ടികൾക്ക് അല്ലാഹ് എന്ന് പേര് വിളിക്കും. മറ്റു പല ദൈവ പേരുകളും വിളിക്കും. അല്ലാഹ് എന്ന് പേരുള്ള കുട്ടികൾ പല ചീത്ത പ്രവൃത്തികളും അക്രമങ്ങളും ചെയ്യും. ഇവകൾ കണ്ടും കേട്ടും മറ്റുള്ള മനുഷ്യരെല്ലാവരും അല്ലാഹ് എന്ന് വിളിച്ച് ചീത്ത പറയും. അല്ലാഹ് എന്ന് പേരുള്ള മനുഷ്യർ സ്വന്തം അള്ളയായി അഭിനയിച്ച് ആക്രമിച്ച് പാവപ്പെട്ടവരെ കൊണ്ട് അവന്റെ പിന്തുവാരത്തിനെയും മുൻദ്വാരത്തിനെയും ആരാധിപ്പിക്കും. എന്നെ ചീത്ത പറയിക്കും. പിശാചുക്കൾക്കും പട്ടി നായക്കൾക്കും മനുഷ്യർക്കും കൂടി ജനിക്കുന്ന മനുഷ്യർ സ്വന്തം ദൈവങ്ങളും ദൈവദൂതന്മാരും ദൈവപുത്രന്മാരും അല്ലാഹ് നബികളുമാകും. നഗ്നരായി നടക്കും. അവരെയും അവരുടെ മുൻദ്വാരം പിൻദ്വാരങ്ങളെയും നഗ്ന മനുഷ്യരെയും ബുദ്ധി വിഗ്രഹ രൂപങ്ങളെയും നായപ്പന്നികളെയും അവകൾ ചത്തുകിടക്കുന്ന മണ്ണിന്റെ പൊരികളെയും ആരാധിപ്പിച്ച് എന്നെ ചീത്ത പറയുന്ന പല മതങ്ങളും പല ദൈവങ്ങളും ദൈവരൂപങ്ങളെ ആരാധിപ്പിക്കുന്ന മതപണ്ഡിതന്മാരും ഉണ്ടാവും. ഇത്രയും മതപണ്ഡിതന്മാർ ഭൂതപിശാചുക്കളെ സേവിച്ച് ആരാധിപ്പിക്കുന്നവരായിരിക്കും. അവർ വളർത്തുന്ന പിശാചുക്കൾക്ക് മനുഷ്യരക്തം കൊടുക്കാൻ വേണ്ടി ജാതി മത വ്യക്തി വൈരാഗ്യത്തിൽ കൊള്ളയും കൊലയും ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്ത് ബുദ്ധി വിഗ്രഹ കുരിശ് മൺകുമ്പാരങ്ങൾക്കും പരമത ദൈവങ്ങളുടെയും അല്ലാഹ് നബികളുടെയും പേരുകൾ
പറഞ്ഞ് സ്വന്തം സഹോദര സഹോദരികളുമായ ആദം ഹവ്വയുടെ പേരസന്തതികളായ മനുഷ്യവംശങ്ങളെ പിശാചുക്കൾക്ക് വേണ്ടി വെട്ടിക്കൊടുത്ത് ചിരിച്ച് സന്തോഷിക്കുന്ന കാലം വരും. പിശാചുക്കളെ ദൈവങ്ങളാരെ ആരാധിച്ചാലും മനുഷ്യരെ വെട്ടിക്കൊടുത്താലും പാപമോഷവും പുണ്യവും സ്വർഗവും ലഭിക്കുമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന മതപണ്ഡിതന്മാരും അവർ ഉണ്ടാക്കുന്ന ആക്രമങ്ങളും ഭൂമി ലോകത്ത് നിറയും. ആദം നിന്റെ മക്കളോടും പേരമക്കളോടും ഉപദേശിക്കുക, നഗ്ന മനുഷ്യരെയും മനുഷ്യരുടെ മുൻദ്വാരം പിൻദ്വാരങ്ങളെയും നായ പന്നി മറ്റു മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും പക്ഷികളെയും മത്സ്യങ്ങളെയും ബുദ്ധി വിഗ്രഹ കുരിശ് മൺകുമ്പാരങ്ങളെയും ആരാധിക്കരുത് എന്ന് ഉപദേശിക്കണം. ആദം നിന്റെ പേരമക്കളുടെ അവസാന കാലം പല ലക്ഷം പണവും കിലോ കണക്കിന് സ്വർണവും ശ്രീധരണാഭരണമായി മഹറായും കെട്ടുതാലിയായും മറ്റും പലതും പറഞ്ഞ് സ്ത്രീ പുരുഷന്മാർക്ക് കൊടുത്ത് വിവാഹം നടക്കുന്ന കാലം വരും. പണവും സമ്പത്തും ഇല്ലാത്ത സ്ത്രീ പുരുഷന്മാർ വ്യഭിചാരികളായി ജീവിക്കും. പ്രത്യേകിച്ചും പുരുഷന്മാർ തമ്മിൽ ഇണചേർന്ന് ജീവിക്കുന്ന കാലം വരും. വ്യഭിചാരം ശിക്ഷക്കർഹരാണ്. വ്യഭിചാരികൾ ശിക്ഷക്കർഹരാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ തമ്മിൽ ചെയ്യുന്ന നീച പ്രവൃത്തികൾക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കും എന്ന് പറയണം.